ഹായ് ഓൾ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് നല്ല കരീംസിലെ നമ്മൾ ഇരിക്കൂർ ദാരി അവിടത്തെയൊക്കെ സ്പെഷ്യലായിട്ടുള്ള അപ്പം പൊളിച്ചതിൻ്റെ റെസിപ്പിയാണ് ഞാൻ ചെയ്യുന്നത്. തട്ടുകട സ്റ്റൈലാണിത്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ഞാനിത് ഉണ്ടാക്കിയിട്ട് നല്ല സക്സസ് ആയിന്, അതുകൊണ്ടാണ് റെസിപ്പി ഷെയർ ചെയ്യുന്നത്. ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് വെച്ചാൽ 2 കപ്പ് പച്ചരി ഒരു 2-3 മണിക്കൂർ സോക്ക് ചെയ്ത് വെക്കുക. അതിലേക്ക് 1/2 കപ്പ് ചോറും 1 മുട്ടയും കുറച്ച് വെള്ളവും ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് ഇങ്ങനെ ഒരു കട്ടിയുള്ള മാവാക്കിയിട്ട് നമ്മൾ ഇഡ്ഡലീൻ്റെ എല്ലാം ബാറ്റർ പോലെ കുറച്ച് തിക്കായിട്ട് അരച്ചെടുക്കുക. എന്നിട്ട് ഒരു ചീനച്ചട്ടിയിൽ ഓയിൽ ഒഴിച്ചിട്ട് തീ സിമ്മിലാക്കിയിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. ഒരു തവി ഒഴിച്ചു കൊടുക്കുക. നല്ലതായിട്ട് പൊങ്ങി വന്നിട്ടാകുമ്പോൾ ഒന്ന് തീ കൂട്ടി കൊടുത്തിട്ട് തിരിച്ചിട്ടിട്ട് വേവിക്കുക. അപ്പോൾ തീ സിമ്മിലിട്ടാലേ നല്ല പൊങ്ങിയിട്ട് ഇങ്ങനെ വരും, അല്ലെങ്കിൽ നമ്മളപ്പം ചുരുണ്ട് പോകും. അങ്ങനെ അപ്പം സെറ്റായിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു ബീഫ് കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, മുളകിട്ടിട്ടുള്ള. അപ്പോൾ ബീഫ് കറീൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് കാണാം. ഒരു പാനിൽ ഒരു ഹാഫ് സവാള കട്ട് ചെയ്തിട്ട് ഒന്ന് സോട്ട് ചെയ്തിട്ടാകുമ്പോൾ നന്നായിട്ട് ഇതാവേണ്ട, ഒന്ന് കടിക്കാൻ കിട്ടണം. അപ്പോൾ കുറച്ച് നമ്മൾ ഗ്രേവി ഒഴിച്ച് കൊടുക്കാം. അപ്പത്തിന് ഞാനിങ്ങനെ ഒരു വരയിട്ട് കൊടുക്കുന്നുണ്ട്, അതിലേക്ക് ഗ്രേവി നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ അപ്പം ഇട്ടിട്ട് ഗ്രേവി ഒന്ന് പിടിക്കുന്ന വരെ തിളപ്പിച്ചെടുക്കുക, പതിപ്പിച്ചെടുക്കുക എന്ന് നമ്മൾ പറയാം. അങ്ങനെ അതിലേക്ക് കുരുമുളക് പൊടി കുറച്ച് നല്ലോണം ഇട്ട് കൊടുക്കുക. എന്നാലേ ഇത് നല്ലോണം എരിവുണ്ടെങ്കിലേ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അങ്ങനെ നമ്മൾ അപ്പം പൊളിച്ചത് ഇവിടെ സെറ്റായിട്ടുണ്ട്. ഈ അപ്പം പൊളിച്ചതിലേക്ക് ബെസ്റ്റ് കോമ്പിനേഷനായിട്ട് നമുക്ക് തട്ടുകടയിൽ നിന്നും കരീംസിൽ നിന്നെല്ലാം കഴിക്കാൻ കിട്ടുന്നത് നല്ല അൽഫാമാണ്. അപ്പോൾ അൽഫാമിൻ്റെ റെസിപ്പി ഞാൻ ഇൻഷാല്ലാ ഉടനെ ചെയ്യുന്നതാണ്. ഇത് ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ ഒരു പൂതി വന്നിട്ട് അങ്ങനെ ഉണ്ടാക്കിയതാണ്. അങ്ങനെ അൽഫാം ഞാൻ പുറത്തുനിന്ന് വാങ്ങിയത്. അപ്പോൾ അതിൻ്റെ കൂടെ ഈ ക്യാബേജും ബീട്രൂട്ടൊക്കെ ഇട്ടൊരു സലാഡ് ഉണ്ട്, അതും അൽഫാമും മയോണൈസും. പിന്നെ വേണ്ടുന്നവർക്കൊരു ഗ്രീൻ ചട്നി, മല്ലിച്ചപ്പെല്ലാം ഇട്ടിട്ടുള്ള ഗ്രീൻ ചട്നിയും കൂടി കൂട്ടിയിട്ട് കഴിക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി കോമ്പിനേഷനാണ്. നമുക്കിത് തട്ടുകടയിൽ നിന്നെല്ലാം വാങ്ങുന്ന അതേ ടേസ്റ്റിൽ തന്നെ, സെയിം ടേസ്റ്റിൽ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ കഴിച്ചിട്ടില്ലാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. ഓക്കെ, ബൈ.